ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ നല്ലൊരു ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ മസൂർ ദാൽ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ 3/4 കപ്പ് മസൂർ ദാൽ എടുത്ത് സോക്ക് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് സോക്ക് ചെയ്തതിന് ശേഷം നമ്മളിതാ വാഷ് ചെയ്ത് കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സോക്ക് ചെയ്യുന്നത് പെട്ടെന്ന് വെന്തും കിട്ടും, പിന്നെ നമ്മുടെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറി കിട്ടും കേട്ടോ. ഞാൻ ആ കപ്പിന് ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ പരിപ്പിനനുസരിച്ചും ഒക്കെ നിങ്ങൾക്ക് അത് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ 3/4 കപ്പ് എടുത്തുകൊണ്ടാണ് അത്ര ഒഴിച്ചു കൊടുത്തത്. പച്ചക്കറിയൊക്കെ വേവണം. അപ്പോൾ നമ്മളിതാ കിഴങ്ങ്, ക്യാരറ്റ്, മുരിങ്ങാക്കോല്, ചൊരയ്ക്ക ഇങ്ങനെയുള്ള കഷ്ണങ്ങളൊക്കെ നമ്മളിതിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 പച്ചമുളക് ഇട്ട് കൊടുത്തു. പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കായവും കൂടി ഇട്ട് നമ്മളിതാ കുക്കർ അടച്ച് വെച്ച് ഒരു വിസിൽ വരുത്തിയിട്ട് നമ്മളിതാ ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പരിപ്പും വെന്തിട്ടുണ്ട്, ആവശ്യത്തിന് നമ്മളുടെ കഷ്ണങ്ങളെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. കായൊക്കെ ഇട്ടുകൊണ്ട് തന്നെ നല്ലൊരു മണമാണ് കേട്ടോ. അതൊക്കെ ഒരു മണം അതിലേക്ക് പിടിക്കും, പച്ചക്കറിയിലേക്ക് കേട്ടോ. ഇനി നമുക്ക് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള വാളംപുളി പിഴിഞ്ഞ് അതിലേക്ക് ഒഴിക്കണം. അതൊക്കെ നിങ്ങളുടെ ആ പരിപ്പിനനുസരിച്ച് ഉണ്ടാക്കുന്നതനുസരിച്ച് ചേർത്താൽ മതി. പിന്നെ നമ്മൾ തക്കാളി ചേർക്കണതുകൊണ്ട് കുറച്ച് പുളി കുറച്ചും കൊടുക്കുക കേട്ടോ. ചിലർക്ക് പുളി ഒരുപാട് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് പുളി അവിടെ കുറച്ചാൽ മതി, തക്കാളി ഇടുന്നതുകൊണ്ട് തന്നെ. ഇനി നമ്മൾ ഒരു പാന് വെച്ചിട്ടുണ്ട്. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതൊന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്കും വറ്റൽമുളകും 2 ഇതൾ കറിവേപ്പില, എനിക്ക് കുറച്ചുണ്ടായിരുന്നുള്ളൂ, നിങ്ങൾ കുറച്ച് കൂടുതൽ ഇട്ടോട്ടോ, നല്ല സ്മെല്ലായിരിക്കും. പിന്നെ കടുക് പൊട്ടിയതിന് ശേഷം നമ്മളിതാ 2 മീഡിയം സൈസ് സവാള അല്ലേ, ക്യൂബായിട്ട് നമ്മൾ ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കില്ല, അതുപോലെ ക്യൂബായിട്ട് നമ്മളിത് അരിഞ്ഞ് അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് സോട്ട് ചെയ്യണം കേട്ടോ. ഒരുപാട് നേരമൊന്നും വഴന്ന് ഒരുപാട് കളർ ചേഞ്ച് ഒന്നും വരരുത്. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു 4 വെണ്ടയ്ക്കയും ഒരു വഴുതനങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിൽ വഴറ്റുന്നത് ഈ എണ്ണയിൽ കിടന്നിട്ടൊന്നാകുമ്പോൾ ഈ കൊഴുപ്പൊന്നും വരില്ല, പെട്ടെന്ന് വെന്ത് അലിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇതിങ്ങനെ ചെയ്യുന്നത്. ഇതൊക്കെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാം. കുറച്ചൊന്ന് ഉപ്പ് അതിൽ പിടിക്കാനായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊന്നും ഒരുപാട് വാട്ടിയെടുക്കരുത്, ഒരുപാട് നേരമൊന്നും ചെയ്യരുതേ. ഇത് ഞാൻ ഒരു മീഡിയം സൈസ് തക്കാളി ഒരു 6 പീസാക്കിയിട്ട് നമ്മൾ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ സാമ്പാർ പൊടി, ഞാൻ 1.5 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയായിട്ട് അതിൽ ചേർത്ത് കൊടുത്തത്. ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സാമ്പാർ പൊടി ആയതുകൊണ്ട് കുറച്ച് മതി. പുറത്തത്തെ ആണെങ്കിൽ നമുക്ക് ഒരു 2-2.5 ടേബിൾ സ്പൂണൊക്കെ വേണ്ടി വരും. അതിൻ്റെ ജസ്റ്റ് ഒരുപാട് മൂപ്പിക്കരുത്. ജസ്റ്റ് ആ പച്ചമണം മാറുമ്പോഴത്തേക്ക് മല്ലിയിലയും ശർക്കരയും ഒരു 2-3 ടേബിൾ സ്പൂണോ മല്ലിയിലയും ഒരു അര ടീസ്പൂൺ ശർക്കരയും കൂടി ചേർക്കും. നമ്മളുടെ എരിവും പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശർക്കര ചേർക്കുന്നത് കേട്ടോ. ശർക്കര ഇല്ലാത്തവർ കുറച്ച് പഞ്ചസാര ചേർത്താലും മതി. എന്നിട്ട് നമ്മളിതാ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമ്മളെ കുക്കറിലേക്ക് വഴച്ചിതൊക്കെ ഇട്ട് കൊടുത്തു. ഇപ്പോൾ ഈ ഒഴിച്ച് കൊടുക്കുന്ന പച്ചവെള്ളം അല്ല കേട്ടോ, ഒന്നെങ്കിൽ ചൂടുവെള്ളം അല്ലെങ്കിൽ തിളച്ച വെള്ളം. ഈ വെള്ളങ്ങൾ തണുത്ത വെള്ളം ചൂടുവെള്ളത്തിൽ ചെന്ന് കഴിയുമ്പോൾ ടേസ്റ്റിനും പിന്നെ അതിൻ്റെ ആ ടെമ്പറേച്ചറിനൊക്കെ ഒരു വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ, അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ നോക്കി എൻ്റെ എല്ലാം കറക്റ്റായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അത് കുറച്ചൊന്ന് 2 മിനിറ്റ് നമുക്ക് ഇപ്പോൾ ഇട്ട പച്ചക്കറിയിലേക്കൊക്കെ പിടിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 2 മിനിറ്റ് കുക്കറിൻ്റെ ഇട്ട് വെച്ചിട്ട് ഒന്ന് ക്ലോസ് ചെയ്ത് വെയിറ്റ് ഇല്ലാതെ ഒരു 2 മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കുക. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ പറ്റിച്ചെടുക്കുക കേട്ടോ. നമുക്ക് ദോശയ്ക്കും ചോറിനൊക്കെ ആകുമ്പോൾ കുറച്ച് കറി വേണമല്ലോ. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൊന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ അസ്സലാമു